നമസ്കാരം. മതഭ്രാന്തിന്റെ ആസുര താണ്ഡവത്തിന് സ്ത്രീ ശരീരത്തെ നഗ്നമാക്കി തെരുവിൽ വലിച്ചിഴച്ച് അപമാനിക്കാനും തുടർന്ന് സ്വതന്ത്രമായി വിഹരിക്കാനും അവസരം നൽകുന്ന ഭരണ സംവിധാനവും മതസങ്കല്പവും പ്രത്യയശാസ്ത്രവും കൈമുതലാക്കിയവർ ഈ ദേശത്തെ ഇനിയും ഭാരതാംബ എന്ന് വിളിച്ച് ദേശീയത പ്രസംഗിക്കരുത്. മതവംശീയ കലാപത്തിന്റെ ഇരകളായി രണ്ട് കുക്കി വംശജരായ സ്ത്രീകളുടെ ശരീരത്തിൽ നടത്തിയ താണ്ഡവം മനസാക്ഷിയുള്ളവരെ തകർക്കും. ഇത്തരം ക്രൂരകർമ്മങ്ങൾ ഒരു മതാചാരം പോലെ ചെയ്യാനും കാണിക്കാനും കഴിയുന്നത് വെറുപ്പിന്റെ അവസാന നിലയിലെത്തിയ അവസ്ഥയിലാണ്. ഇതിനെ മൃഗീയമെന്നോ പൈശാചികമെന്നോ പറഞ്ഞാൽ മതിയാവില്ല. മെയ് 3 ആരംഭിച്ച കലാപത്തിൽ 130-ലധികം മനുഷ്യർ കൊല്ലപ്പെട്ടു. ഇപ്പോഴാണ് യൂറോപ്പിലും നോർത്ത് അമേരിക്കയിലും സഞ്ചരിച്ച ജനാധിപത്യത്തിന്റെ സൗന്ദര്യം മറുനാട്ടുകാർക്ക് വിളമ്പിയ പ്രധാനമന്ത്രി വായ തുറന്നത്. 2 മാസത്തിന് മുമ്പ് നടന്ന ഈ സംഭവത്തിന്റെ വീഡിയോ വേണ്ടി വന്നു നമ്മുടെ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധ മണിപ്പൂരിലെത്താൻ. മെയ് 4 നടന്ന സംഭവമാണിതെന്ന് പത്രങ്ങൾ പറയുന്നു. 2 മാസത്തിലേറെ എടുത്തു ഇന്റർനെറ്റ് നിരോധിച്ച ഇടത്തുനിന്ന് ഈ ക്രൂരചിത്രം പുറത്തുവരാൻ. അതിവേഗ വാർത്താവിനിമയത്തിന്റെ ഡിജിറ്റൽ ഇന്ത്യൻ മാതൃക എത്ര വിദഗ്ധമായി വാർത്തകളെ മൂടിവെക്കുന്നതിനും ക്രൂരതകൾ ഒളിപ്പിക്കുന്നതിനുമുള്ള സാങ്കേതിക സംവിധാനമായി ഏകാധിപത്യത്തിന്റെ കൈകളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. ചന്ദ്രനിലെ വാർത്തയറിയാൻ നമുക്കിപ്പോൾ ചന്ദ്രയാനുണ്ട്. സ്വന്തം രാജ്യത്തെ സംസ്ഥാനത്തെ കഴുകന്മാർക്കും വേട്ടമൃഗങ്ങൾക്കും മുകളിൽ ജനാധിപത്യത്തിന്റെ ഒരു സാറ്റലൈറ്റ് വിരിക്കാൻ എന്നാണ് ഭരണവർഗത്തിന് കഴിയുന്നത്? ഇനി എന്തെല്ലാം കണ്ടാലാണ് നമ്മുടെ നാട്ടിൽ വിതച്ച വെറുപ്പിന്റെ തീവ്രത അറിയാൻ കഴിയുന്നത്? നിന്നെ ഇങ്ങനെ നഗ്നയായി നടത്തുമ്പോൾ നാണമില്ലേ എന്ന നാസി ചോദ്യം. അതെ, നാണമുണ്ട്. നിന്റെ മാനസിക നിലയെക്കുറിച്ച് നിന്നെ ഓർത്ത് എന്ന മറുപടി. ഇതുതന്നെ കുക്കി വനിതകളും ക്രൂരമായി വേട്ടയാടലിന്റെ വഴികളിൽ മതാന്ധത ബാധിച്ചവരെ നോക്കി പറഞ്ഞു കാണും. തെരുവിലൂടെ നഗ്ന ശരീരങ്ങളെ ആരവമുയർത്തി നടത്തി അവർ ഒരു പാടത്തേക്ക് ഇറക്കി വിട്ടു. കൂടെ അവരും ഇറങ്ങി. വെറുപ്പിന്റെ അപരമത വിദ്വേഷത്തിന്റെ കൊയ്ത്തുപാടത്തെ വിളവിന്റെ തൂക്കമളക്കാൻ കഴുകന്റെ ത്രാസുമായി അവർ ഇനിയും ഇറങ്ങും. ഇന്ത്യയുടെ തെരുവിന് മുകളിലൂടെ അവർ വട്ടമിട്ട് പറക്കുകയാണ്. താഴെ പാടങ്ങൾ അവരുടെ കൊയ്ത്തിന് പാകമായോ എന്നറിയാൻ. അവിടങ്ങളിലേക്കെല്ലാം മതാന്ധതയുടെ, ജാതിബോധത്തിന്റെ, വംശവിദ്വേഷത്തിന്റെ, വർണ്ണവെറിയുടെ വിത്തുകൾ വിതച്ച് അവർ കാത്തിരിക്കുന്നു. 2 മാസത്തിനു ശേഷം പരാതിയുടെ പേരിലല്ല ഇപ്പോൾ ആദ്യ അറസ്റ്റ് നടന്നത്. വീഡിയോ പുറത്തു വന്നതിനാലാണ്. വീഡിയോ പുറത്തു വരുന്നതാണ് 2 സ്ത്രീകൾക്ക് നീതി കിട്ടാനുള്ള ഈ രാജ്യത്തെ അവസാന സാധ്യത. ഈ ക്രൂരകൃത്യം നടന്നത് ഒരു ഗ്രാമം മുഴുവൻ ചുട്ടരിച്ച് 2 പുരുഷന്മാരെ കൊന്നതിന് ശേഷമാണ്. ഒരു മെയ്തൈ വനിതയെ റേപ്പ് ചെയ്തെന്ന വ്യാജ വാർത്ത പടച്ചുവിട്ടതിന് ശേഷമാണ് അവർ വേട്ടയ്ക്കിറങ്ങിയതെന്ന് ദി പ്രിന്റ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. എല്ലാ കലാപങ്ങൾക്കും മുമ്പ് ഇത്തരം വ്യാജ വാർത്തകൾ സ്വന്തം ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്നവരാണ് ഏകാധിപതികൾ. 1947 ഇന്ത്യ വിഭജന കാലത്ത്, 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധകാലത്ത്, 1984 സിഖ് വിരുദ്ധ കലാപത്തിൽ, ശ്രീലങ്കയിലെ ആഭ്യന്തര യുദ്ധത്തിൽ, 2002 ഗുജറാത്ത് കലാപത്തിൽ എല്ലാം സ്ത്രീയുടെ നഗ്ന ശരീരത്തിലേക്ക് വെറുപ്പിന്റെ യുദ്ധം നടത്തിയിട്ടുണ്ട്. ചിലതൊക്കെ പുറത്തറിയാൻ പതിറ്റാണ്ടുകൾ വേണ്ടി വന്നു. പകവീട്ടാനുള്ള ഇടമായി സ്ത്രീയുടെ നഗ്നദേഹം കരുതുന്ന കാട്ടാള ഭരണകൂടം പബ്ലിക് ഡൊമൈനിൽ നിന്ന് വീഡിയോ നീക്കി കുറ്റവാളികളെ സംരക്ഷിക്കാൻ കൂടി ശ്രമിക്കുന്നു. 2002 ഗുജറാത്ത് കലാപത്തിൽ സ്വന്തം കുടുംബത്തിലെ 14 പേരുടെ കൊലപാതകം കൺമുൻപിൽ കണ്ടു തീരും മുമ്പേ ആൾക്കൂട്ട ബലാത്സംഗത്തിനിരയായ ബിൽക്കിസ് ബാനുവിനെ പീഡിപ്പിച്ചവരിൽ 11 പേരെ കഴിഞ്ഞ വർഷം സർക്കാർ ഇൻഡിപെൻഡൻസ് ഡേക്ക് പുറത്തുവിട്ടു. മധുരം നൽകിയും അവരുടെ കാൽ തൊട്ടു വന്ദിച്ചും ജയിൽ മോചിതരെ സ്വീകരിച്ച ആൾക്കൂട്ടത്തിന്റെ തലച്ചോറിന്റെ നിറം എന്തായിരിക്കും? ബാൽക്കിസ് കേസ് നടത്താൻ കിട്ടിയത് ധൈര്യം അപൂർവങ്ങളിൽ അപൂർവമാണ്. എല്ലായിടത്തും എല്ലാവർക്കും അതുണ്ടാവില്ല. ഇത്തരം അന്ധരായ ആൾക്കൂട്ടത്തെ പ്രതിരോധിക്കാൻ ഈ രാജ്യത്തെ മനസാക്ഷി മരവിക്കാത്ത മനുഷ്യർ തയ്യാറാകണം. പശുവിന്റെ ഇറച്ചി കഴിക്കുന്നത് അപരാധമായി കരുതുന്നവർ ഗോത്രവർഗ വനിതയുടെ നഗ്ന ശരീരം ഇന്ത്യയുടെ തെരുവിൽ തോലുരിഞ്ഞ് കഴിക്കാൻ മത്സരിക്കുന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു എന്നൊരു വാക്യമുണ്ട്. ഒരു വാക്കുകൊണ്ടെങ്കിലും ഭാരതാംബയുടെ നഗ്നത മറയ്ക്കാൻ, ഉടുപ്പിക്കാൻ ഇവിടെ സ്വബോധമുള്ള, മനസാക്ഷി മരവിക്കാത്ത, ജനാധിപത്യ ബോധമുള്ള പൗരന്മാർക്ക് കഴിയണം. അല്ലെങ്കിൽ വെറുപ്പിന്റെ കൊയ്ത്തുപാടത്തിലേക്ക് ഭാരതത്തിന്റെ പുത്രിമാരെ
തൊലിയുരിഞ്ഞുകൊണ്ട് ഈ വേട്ടമൃഗങ്ങൾ പിടിച്ചുകൊണ്ടുപോകും. നന്ദി.